നമ്മുടെ പിള്ളേർക്കൊക്കെ വ്യത്യസ്തമായ പേരുകളാണല്ലോ ഇട്ടിരിക്കുന്നത്. ആ പേരുകൾ എന്തൊക്കെയാണെന്ന് പറയാമോ? കാസ്ട്രോ പുല്ലംകുളം, ചെഗു പുല്ലംകുളം, ക്ലിൻ്റൺ പുല്ലംകുളം. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു 3 വ്യത്യസ്തമായ നേതാക്കന്മാരുടെ പേര് ഇങ്ങനെ ഇടാൻ കാരണം? വ്യത്യസ്തതയ്ക്ക് കാരണങ്ങളുണ്ട്. സാമ്രാജ്യത്വത്തിനെതിരെ പോരാടുന്ന വ്യക്തികളും അതിൽ സാമ്രാജ്യത്വത്തിൽ തന്നെ നിൽക്കുന്ന ഭരണകൂടത്തിൽ നിൽക്കുന്ന നല്ല വ്യക്തികളുടെയും പേരുകളാണ് ഞാൻ സ്വീകരിച്ചത്. എൻ്റെ പേര് ബാബു എന്നാണ്. ഞാൻ എൻ്റെ മക്കൾക്ക് പേരിട്ടിരിക്കുന്നത് എൻ്റെ നാമധേയം കൊടുത്തിട്ടില്ല ഒരിക്കലും. സ്വന്തം വ്യക്തിത്വം നിലനിർത്തി അവർ സ്വന്തമായി പോരാടണം. മരിച്ചു കഴിയുമ്പോൾ സ്വർഗം പണിയുന്നവരാണ് ക്രൈസ്തവരുടെ വിശ്വാസവും. അതാ അവിടെ സ്വർഗം. ഇവിടെ സ്വർഗം പണിയുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. ഇപ്പം അതിനൊക്കെ ഒരുപാട് വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അച്ഛൻ ഇങ്ങനെ ഒരു പേരിട്ടപ്പോൾ എന്തായിരുന്നു തോന്നിയത്? എന്നെ സംബന്ധിച്ചൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാസ്ട്രോ എന്ന് പറയുമ്പോൾ ഏത് കാസ്ട്രോ എന്നൊരു ചോദ്യമില്ല. കാരണം ഇങ്ങനത്തെ പേര് വളരെ കുറവായതുകൊണ്ടായിരിക്കാം. ഇനി സ്കൂളിലൊക്കെ ചെല്ലുമ്പോഴത്തേക്കും സഹപാഠികളൊക്കെ ചോദിക്കത്തില്ലേ? ഇല്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. കാരണം നേഴ്സറി മുതൽ പിന്നീട് പഠിച്ചു വന്ന കൂട്ടുകാരൊക്കെ ഒരുമിച്ച് തന്നെ ഏകദേശം +2 വരെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരും കുട്ടിക്കാലം മുതൽ കേൾക്കുന്നതുകൊണ്ടായിരിക്കും അവർക്കും അത് ഫെമിലിയർ ആയതുകൊണ്ട് അങ്ങനെ കൂടുതൽ ചോദ്യങ്ങളൊന്നും പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ വന്നില്ല. നമ്മൾ ഈ ഹയർ എഡ്യൂക്കേഷനൊക്കെ വേണ്ടിയിട്ട് പോയപ്പോഴാണ് എല്ലാവരും ചെല്ലുമ്പോൾ ഇതൊരു വ്യത്യസ്തമായ പേരാണല്ലോ, എന്തുകൊണ്ടാണ് ഇങ്ങനെ പേരിട്ടത്, ആരാ പേരിട്ടത്, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ കേട്ടിരുന്നു. നമ്മളിപ്പം ക്ലിൻ്റൺ ചേരുന്നുണ്ട്. അതൊരു വളരെ വലിയൊരു ഐഡന്റിറ്റി ആയിട്ട് തോന്നിയിട്ടുണ്ട്. അതായത് 10-20 വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും കുറേ ഫ്രണ്ട്സ് ആണെങ്കിലും ക്ലിൻ്റൺ കേൾക്കുമ്പോൾ എൻ്റെ കൂടെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ടീച്ചേഴ്സ് ആണെങ്കിൽ പോലും വളരെ എത്ര വർഷം കഴിഞ്ഞാലും ഓർത്തിരിക്കാൻ പറ്റിയൊരു പേരായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ അതിനുപരി ഒരു ലീഡറുടെ പേരാണ്. ഞാനും ക്ലിൻ്റനും ഒരുമിച്ച് പഠിച്ചതാണ്. കാരണം ഞങ്ങൾ ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ആദ്യം ഓർമ്മ വന്ന ക്ലിൻ്റനെ കുറിച്ച്. 11 വർഷം കഴിഞ്ഞു ഏകദേശം കണ്ടിട്ട്. പക്ഷെ എന്നാൽ പോലും ആ പേര് കേട്ടപ്പോൾ ശ്യാമ് പെട്ടെന്ന് ഓർത്തു. അത് തന്നെയാണ് ഈ പേരിൻ്റെ ഒരു ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത്. ഈ മക്കൾക്ക് ഇങ്ങനെ ഒരു പേര് പപ്പ ഇട്ടപ്പോഴത്തേക്കും അമ്മയ്ക്ക് എന്താ പറയാനുള്ളത്? ചെഗുവിനെ മാത്രം ബിനുക്കുട്ടാന്നാ വിളിക്കുന്നത്. അത് ഇവൻ്റെ നേഴ്സറിയിൽ ബിനു എന്നും പറഞ്ഞൊരു കൊച്ചുണ്ടായിരുന്നു. ഇവൻ നേഴ്സറി പോകുമ്പോൾ അപ്പോൾ അവൻ്റെ ഇൻറ്റിമേറ്റ് ഫ്രണ്ടായിരുന്നു ആ ബിനു. അപ്പോൾ അവൻ ഇവിടെ വന്നിട്ട് പറഞ്ഞു എൻ്റെ അനിയനെ ബിനുക്കുട്ടാന്ന് ഇട്ടാൽ മതി എന്നും പറഞ്ഞ് അവനിട്ട പേരാ. പിന്നെ അതങ്ങനെ എല്ലാവരും ബിനുക്കുട്ടനായി. നാട്ടുകാരുടെ ഇടയിലും ബിനുക്കുട്ടനായി, വീട്ടുകാരുടെ ഇടയിലും ബിനുക്കുട്ടനായി. ഇളയവനെ കിൻ്റപ്പാന്നാ വിളിക്കണേ. ഇൻ്റലിജൻസ് ബ്യൂറോയിലേക്ക് എക്സാം എഴുതി ക്ലിയർ ചെയ്തു. അതിൻ്റെ ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് ചെന്ന സമയത്ത് അപ്പോൾ എൻ്റെ ഈ പേരിനെ കുറിച്ചായിരുന്നു ഫുൾ ചോദ്യം. അപ്പോൾ ചോദ്യമൊക്കെ ചോദിച്ച് അവസാനം എൻ്റെ പൊളിറ്റിക്കൽ ചായ്വ് എങ്ങോട്ടാണെന്നൊക്കെ ഉള്ള രീതിയിലുള്ള ചോദ്യങ്ങളിലേക്ക് പിന്നെ പോയി. പിന്നെ ഫുള്ള് കമ്മ്യൂണിസ്റ്റുകാരനാണെന്നുള്ളൊരു ലേവലിലായിരുന്നു എന്നോടുള്ള ചോദ്യങ്ങളൊക്കെ. അവസാനം ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇൻ്റർവ്യൂ ബോർഡ് ചെയർ ചെയ്ത വ്യക്തി എന്നോട് പറയുകയാണ്, ആക്ച്വലി ഞങ്ങൾ IB-യിൽ നിങ്ങളെ എടുക്കുന്ന ഈ പോസ്റ്റിൽ ആദ്യമേ നിങ്ങളെ മാവോയിസ്റ്റ് അഫക്റ്റഡ് ഏരിയയിലേക്കൊക്കെയാണ് ഡ്യൂട്ടിക്ക് വിടേണ്ടത്. അപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് പേരും വെച്ച് കമ്മ്യൂണിസ്റ്റുകാരനായ നിങ്ങൾ അങ്ങോട്ട് പോയാൽ അവരുടെ കൂടെ ചേരിയല്ല, അതുകൊണ്ട് യു ആർ റിജക്റ്റഡ് എന്നും പറഞ്ഞു വിട്ടു. അങ്ങനെ ചരിത്ര പുരുഷന്മാരുടെ പേരുകളിൽ ഇടം നേടിയ ക്ലിൻ്റൻ്റെയും കാസ്ട്രോയുടെയും ചെഗുവേരയുടെയും വീട്ടിൽ നിന്നും ക്യാമറമാൻ ബിനു തോമസിനൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കോട്ടയം.